എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കിയതിൽ വലഞ്ഞ യാത്രക്കാർ. തിരുവനന്തപുരം, നെടുമ്പാശ്ശേരി, കണ്ണൂർ, കരിപ്പൂർ വിമാനത്താവളങ്ങളിൽ നിന്നും പുറപ്പെടേണ്ട വിമാനങ്ങളാണ് റദ്ദാക്കിയത്. അന്താരാഷ്ട്ര സർവീസുകൾക്ക് പുറമെ ആഭ്യന്തര സർവീസുകളും മുടങ്ങി. വിമാനങ്ങൾ റദ്ദാക്കിയതിനെ തുടർന്ന് യാത്രക്കാർ വിമാനത്താവളത്തിൽ പ്രതിഷേധിക്കുകയാണ്. അതേസമയം ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കാണ് കാരണമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ സ്ഥിരീകരിച്ചു. യാത്രക്കാർക്ക് റീഫണ്ടോ പകരം യാത്രാ സംവിധാനമോ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് വ്യക്തമാക്കി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സുധീഷ് ഗോപാലും തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്തും ചേരുന്നുണ്ട്. ആദ്യം സുധീഷിലേക്കാണ്. സുധീഷ്, അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ്? അതിനായി ഇവിടെ നിന്നും 5 വിമാനങ്ങളാണ് മൊത്തത്തിൽ ഇപ്പോൾ ക്യാൻസൽ ആയിട്ടുള്ളത്. എയർ ഇന്ത്യയുടെ ദമാം, മസ്കറ്റ്, അതോടൊപ്പം തന്നെ ഷാർജ, ബഹ്റിൻ എന്നിവിടങ്ങളിലേക്കുള്ള 4 വിമാനങ്ങളും കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള ഡൊമസ്റ്റിക് വിമാനവുമാണ് ഇതുവരെ ക്യാൻസൽ ചെയ്തിട്ടുള്ളത്. ഈ യാത്രക്കാർക്കെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഇവരെല്ലാം തന്നെ എയർപോർട്ടിൽ എത്തിയതിന് ശേഷമാണ് ഇങ്ങനെ വിമാനം ക്യാൻസൽ ചെയ്തതായി അറിയുന്നത്. ഇത് ക്യാബ് ക്രൂവിൻ്റെ സമരമാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധിക്ക് കാരണം. അത് 250ഓളം ജീവനക്കാരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇവരെല്ലാം തന്നെ സിക്ക് ലീവ് എടുത്തുകൊണ്ട് ജോലിക്ക് ഹാജരാവാതിരിക്കുകയായിരുന്നു. എന്നാൽ ഈ സമരം തീർത്തും അനാവശ്യമെന്നാണ് എയർ ഇന്ത്യയുടെ വിശദീകരണം. എയർ ഇന്ത്യയിലെ മാറ്റങ്ങളോടെ വിമുഖത കാട്ടുന്നവരാണ് ഈ സമരത്തിലുള്ളതെന്നും അനാവശ്യ സമരമാണെന്നും എല്ലാ യാത്രക്കാർക്കും പകരം പോകുന്നതിനുള്ള സംവിധാനമോ റീഫണ്ടോ നൽകിയിട്ടുണ്ടെന്നാണ് എയർ ഇന്ത്യ അവകാശപ്പെടുന്നത്. എന്നാൽ ഇപ്പോൾ പലരും ഇതിന് വിപരീതമായ വിശദീകരണമാണ് ഈ യാത്രക്കാർ നൽകുന്നത്. അവർ പറയുന്നത് ഇതുവരെയും മറ്റ് ദിവസത്തേക്ക് ടിക്കറ്റിൻ്റെ കാര്യം പറയുന്നുണ്ടെങ്കിലും അതും കൺഫേം അല്ല. എപ്പോൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്നതിൽ ഒരു ഉറപ്പുമില്ല. പലർക്കും ഇന്ന് തന്നെ ജോലിയിൽ ജോയിൻ ചെയ്യേണ്ടവരുണ്ട്. അതോടൊപ്പം തന്നെ വിസയുടെ തീയതി തീരുന്ന യാത്രക്കാരുണ്ട്. ഇവരെല്ലാം തന്നെ വലിയ ബുദ്ധിമുട്ടിലാണ്. ഇപ്പോൾ നമ്മൾ അല്പം മുമ്പ് സംസാരിച്ച ഒരു അമ്മ പറയുന്നത് ഇന്ന് തന്നെ അവിടെ എത്തിച്ചേരണം. അതുകൊണ്ട് 15,000 രൂപയ്ക്ക് എയർ ഇന്ത്യയിൽ മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്ന ആ യാത്ര മുടങ്ങിയതോടെ 48,000-ലധികം രൂപയ്ക്കാണ് ഇപ്പോൾ ഇന്ന് ഉച്ചക്കലത്തേക്കുള്ള മറ്റൊരു ഇൻഡിഗോ ഫ്ലൈറ്റിന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് യാത്ര ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ രീതിയിൽ വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായിരിക്കുന്നു. തിരുവനന്തപുരത്തു നിന്നും കന്യാകുമാരിയിൽ നിന്ന് വരെ ഇവിടേക്ക് എത്തി ഈ വിമാനം യാത്രയ്ക്കായി എത്തിയവരുണ്ടായിരുന്നു. ഇവർക്കെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഇവിടുത്തെ യാത്രാ ചെലവ്, അതോടൊപ്പം തന്നെ ഇവരുടെ തലേന്നേ വന്നുള്ള താമസ സൗകര്യത്തിൻ്റെ ചിലവുകൾ, ഇതെല്ലാം വലിയ രീതിയിലുള്ള ബാധ്യതയായിരിക്കുന്നു എന്ന് പറയുന്നു. പലർക്കും ജോലി നഷ്ടപ്പെടുമോ എന്ന ആശങ്കയുണ്ട്. ചിലർക്ക് 10-ാം തീയതിയും 12-ാം തീയതിയും മറ്റും ടിക്കറ്റുകൾ നൽകുന്നുണ്ടെന്നാൽ അതും കൺഫേം ആവും എന്നതിൽ ഒരു ഉറപ്പുമില്ലാതെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമായിരുന്നു പുലർച്ചെയൊക്കെ തന്നെ യാത്രക്കാർക്കുള്ളത്. ആ ഒരു പ്രതിഷേധം ഇപ്പം അല്പം അയഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള ട്രെയിൻ ഉച്ചയ്ക്ക് ശേഷവും 3 ഫ്ലൈറ്റുകളുണ്ട്. ആ ഫ്ലൈറ്റുകളുടെ കാര്യത്തിലും ആശങ്കകൾ നിലനിൽക്കുന്നു, അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. ആ ഫ്ലൈറ്റുകൾ ക്യാൻസലാവും എന്ന ഒരു മുൻധാരണയുള്ളത് കൊണ്ട് തന്നെ യാത്രക്കാർ ഒരുപക്ഷെ എയർപോർട്ടിലേക്ക് എത്തില്ല. എന്നാൽ അത് സംബന്ധിച്ച് കൃത്യമായ ഒരു അറിയിപ്പ് ഇതുവരെയും പോയിട്ടില്ല എന്നതാണ് സാഹചര്യം നിലനിൽക്കുന്നത്. ഇതേസമയം ഈ ജീവനക്കാർ പണിമുടക്കാനുള്ള പ്രധാന കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് അവർക്കുള്ള അലവൻസ് തുച്ഛമായുള്ളതാണ്. അത് വർദ്ധിപ്പിച്ച് നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരമൊരു അപ്രഖ്യാപിത സമരത്തിലേക്ക് അവർ കടന്നത്. എന്തു തന്നെയായാലും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഇതുകൊണ്ട് വിമാന യാത്രക്കാർക്ക് ഉണ്ടായിട്ടുള്ളത്. ആതിര, അതുതന്നെയാണ് സൂചിപ്പിച്ചതുപോലെ തന്നെ സുധീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ യാത്രക്കാർക്ക് റീഫണ്ടോ പകരം യാത്രാ സംവിധാനമോ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് വ്യക്തമാക്കുന്നത്. ഇത് സംബന്ധിച്ച് യാത്രക്കാർ ഏത് തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ നമുക്ക് നൽകുന്നത്? അതിലെ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഉണ്ടായ ബുദ്ധിമുട്ടിൻ്റെതായ പ്രതിഷേധമാണ് വാക്കുകൾ കാണാൻ കഴിയുന്നത്. അവർ എയർ ഇന്ത്യക്കെതിരെ രൂക്ഷ വിമർശനം തന്നെയാണ് ഉന്നയിക്കുന്നത്. ഇവർ എല്ലാം തന്നെ ഇവിടെ എത്തിച്ച് ബോഡി പാസ് വാങ്ങിയതിന് ശേഷം പോലും ക്യാൻസലായി എന്ന് അറിയുന്നവരുണ്ട്. അത്തരത്തിൽ ബോഡി പാസ് വാങ്ങിയ മസ്കറ്റിലേക്ക് പോകേണ്ട ഒരു യാത്രക്കാരനെയും കണ്ടിരുന്നു. ഈ അദ്ദേഹത്തിന് 12-ാം തീയതിയൊക്കെ ടിക്കറ്റ് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. എന്നാൽ കൺഫേം ആവും എന്ന കാര്യത്തിലെ ആശങ്കയാണ് അവർ പ്രകടിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ആരും തന്നെ യാത്രക്കാർക്ക് ആർക്കും തന്നെ തുക റീഫണ്ട് ചെയ്ത് നൽകിയിട്ടില്ല. 7 വർക്കിംഗ് ഡേകൾക്ക് ശേഷം അത്തരത്തിൽ റീഫണ്ട് വേണ്ടവർക്ക് നൽകാം എന്നാണ് അറിയിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇതും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാവുന്നു. അപ്പം റീഫണ്ട് വാങ്ങിക്കഴിയുമ്പോൾ വീണ്ടും മറ്റൊരു ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുക്കുമ്പോൾ അത് ഉയർന്ന യാത്രാ നിരക്കിൽ ടിക്കറ്റ് എടുക്കേണ്ടി വരുന്നു എന്നതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ രീതിയിലെല്ലാമുള്ള ബുദ്ധിമുട്ട്, അതോടൊപ്പം തന്നെ അവരുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട കൃത്യമായ സമയത്ത് അവിടെ എത്തിച്ചേർന്നില്ലെങ്കിലുള്ള പ്രതിസന്ധികൾ, വിസയുടെ ഡേറ്റ് തീരുന്നത് കൊണ്ടുള്ള ആശങ്കകൾ, ഇതെല്ലാം തന്നെ യാത്രക്കാരുടെ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. തീർത്തും നിരുത്തരവാദപരമായ സമീപനമാണ് എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നത് തന്നെയാണ് യാത്രക്കാർ ചൂണ്ടിക്കാണിക്കുന്നതും. ആതിര, അന്താരാഷ്ട്ര സർവീസുകൾക്ക് പുറമെ ആഭ്യന്തര സർവീസുകളും മുടങ്ങിയിരിക്കുന്ന സാഹചര്യമാണല്ലോ ഉള്ളത്. ഇതിൽ എപ്പോൾ ഒരു പരിഹാരം ഉണ്ടാകുമോ അല്ലെങ്കിൽ ഒരു ബദൽ സംവിധാനം എപ്പോൾ ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യത്തിൽ എയർ ഇന്ത്യ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണം നൽകാൻ തയ്യാറായിട്ടുണ്ടോ? അതിലെ എയർ ഇന്ത്യ പറയുന്നത് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ക്യാബിൻ ക്രൂവുമായി
ചർച്ച നടത്തുന്നുണ്ട്. അതിലൂടെ പരിഹരിക്കാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷ അവർ വെച്ചു പുലർത്തുന്നു. അങ്ങനെയെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള ഫ്ലൈറ്റുകൾക്കുള്ള ക്യാൻസലേഷൻ ഒഴിവാകും എന്നതാണ് അത്തരം യാത്രക്കാർക്കും ആശ്വാസകരമായ ഏക പ്രതീക്ഷ. എന്തുതന്നെയായാലും ഇപ്പോൾ എയർ ഇന്ത്യ നൽകിയിരിക്കുന്ന വിശദീകരണം അനുസരിച്ച് അനാവശ്യമായ സമരമാണെന്നും ഇത്തരം യാത്രക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനും മറ്റ് യാത്രാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്, ഇല്ലെങ്കിൽ തുക മടക്കി നൽകുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ അതൊന്നും എല്ലാം തന്നെ ഈ യാത്രക്കാർക്ക് ലഭിക്കുക ഇന്നല്ല, പിന്നീടാണ് എന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അതൃപ്തി ഉളവാക്കുന്നത്. അങ്ങനെ മറ്റൊരു ദിവസത്തേക്ക് യാത്രാ സംവിധാനം ഒരുക്കി എന്ന് പറയുമ്പോഴും അത് എത്രത്തോളം ഉറപ്പുണ്ട് എന്നതിലാണ് യാത്രക്കാർ ആശങ്ക പ്രകടിപ്പിക്കുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെ തുക മടക്കി നൽകിയാൽ അവർക്ക് മറ്റൊരു ടിക്കറ്റ് എടുക്കുമ്പോഴുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടവും യാത്രക്കാർ ചൂണ്ടിക്കാണിക്കുന്നു. എയർ ഇന്ത്യ ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകുന്നത് ഇവരുടെ അനാവശ്യമായ സമരമാണ് ഈ പ്രതിസന്ധികൾക്കെല്ലാം കാരണം. എയർ ഇന്ത്യയിലെ ജീവനക്കാരുടെ ഈ ഒരു ഉത്തരവാദിത്തമില്ലാത്ത സമീപനം, ഇല്ലെങ്കിൽ മുന്നറിയിപ്പില്ലാതെയുള്ള ഇവരുടെ ഈ ഒരു പ്രതിഷേധമാണ് പ്രതിസന്ധികൾക്ക് കാരണമായതെന്ന വിശദീകരണമാണ് എയർ ഇന്ത്യ നൽകുന്നതും. ആതിര, ശരി, അത് തന്നെയാണ്. പ്രശാന്ത് കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രശാന്ത്, എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കിയതിൽ യാത്രക്കാരാണ് വലഞ്ഞിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ്? അതിൽ അല്പസമയം മുമ്പാണ് ഈ വലിയ പ്രതിഷേധങ്ങൾ ഈ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ ശാന്തമാണ്. യാത്രക്കാർ പലരും മറ്റ് വീട്ടിലേക്ക് അടക്കം പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മറ്റ് വഴികൾ ഈ എയർപോർട്ട് അധികൃതർ, അതായത് എയർ ഇന്ത്യ അധികൃതരുടെ ഭാഗത്തു നിന്ന് നിർദ്ദേശങ്ങളുടെ ഒരു അടിസ്ഥാനത്തിൽ കൂടി തന്നെ മറ്റ് വഴികൾ തിരഞ്ഞെടുത്ത സാഹചര്യമുണ്ട്. അതിൽ തന്നെ ചിലർ ഇപ്പോഴും ഈ എയർപോർട്ടിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് പലർക്കും സമയങ്ങൾ മാറ്റി അല്ലെങ്കിൽ പല ദിവസത്തെ മറ്റ് ദിവസങ്ങളിലടക്കമുള്ള ടിക്കറ്റുകൾ നൽകാമെന്ന രീതിയിലൊരു വാഗ്ദാനം നൽകിയുമൊക്കെ ചെയ്തതോടുകൂടിയാണ് ഇപ്പോൾ പലരും പിരിഞ്ഞു പോയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്നാൽ കുറച്ച് ആളുകൾ, അതിൽ ഏതാനും ചില ആളുകൾ ഇപ്പോഴും ഈ വിമാനത്താവളത്തിൽ തങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവർക്കും മറ്റ് അടുത്ത ഫ്ലൈറ്റ് ഏതാണെന്നുള്ളത് നോക്കിക്കൊണ്ടുള്ള സൗകര്യം ഒരുക്കുമെന്നും എയർപോർട്ട് അധികൃതർ അതായത് ഈ എയർ ഇന്ത്യ അധികൃതർ അറിയിച്ചതായിട്ടാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. വലിയ പ്രതിഷേധമാണ് ഇവിടെ ഉണ്ടായത്. 4 വിമാനങ്ങളാണ് ഇത്തരത്തിൽ റദ്ദാക്കിയത്. ഇതോടുകൂടി തന്നെ വലിയ പ്രതിഷേധം ഉയർന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. മെഡിക്കൽ എമർജൻസി അടക്കമുള്ള വിവിധ ആവശ്യങ്ങൾക്കായിട്ട് UAE അടക്കമുള്ള വിവിധ രാജ്യങ്ങളിലേക്ക് പോകാനിരുന്നവരാണ് ഇത്തരത്തിൽ പ്രതിസന്ധിയിലായത്. കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു അപ്രഖ്യാപിതമായൊരു സ്ട്രൈക്ക് ഉണ്ടാകുന്നത്. ജീവനക്കാരുടെ ക്യാബിൻ ക്രൂ ജീവനക്കാരുടെ സ്ട്രൈക്കാണ് ഉണ്ടായതെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്രഖ്യാപിതമായ ഒരു സ്ട്രൈക്ക് ഉണ്ടായതോടുകൂടി തന്നെ വിമാനങ്ങൾ റദ്ദാക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിക്കുകയും യാത്ര മുടങ്ങിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. വലിയ ഒരു പ്രതിഷേധം ഇതിൽ എയർപോർട്ടിനകത്തും പുറത്തുമായി വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. മറ്റു ചില യാത്രക്കാർ ചിലർ വിമാനത്തിനകത്തു നിന്നും ഇറങ്ങി വിമാനം പുറപ്പെടുന്നതിന് അല്പസമയം മുമ്പാണ് ഇത് ഇത്തരത്തിൽ നിർദ്ദേശം വരികയും ഈ സ്ട്രൈക്കിൻ്റെ വിവരം അറിയുകയും ചെയ്യുന്നത്. അങ്ങനെ വിമാനത്തിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വരേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ബോർഡിംഗ് പാസ് അടക്കം നൽകിയതിനു ശേഷമാണ് അത്തരത്തിലുള്ള യാത്രക്കാരും ഉണ്ടായിരുന്നു. എന്തായാലും വലിയ പ്രതിഷേധം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എയർ ഇന്ത്യയുടെ ഭാഗത്ത് ഇത്തരത്തിലൊരു വിശദീകരണം നൽകുവാൻ ആദ്യം ഈ അധികൃതർ തയ്യാറായതുമില്ല. അതാണ് ഏറ്റവും കൂടുതൽ ഈ പ്രതിഷേധത്തിന് വലിയ കാരണമായത്. ഇത്തരത്തിൽ കൂട്ടമായ ആളുകൾ നിൽക്കുകയും ഭക്ഷണം പോലും നൽകാതെ മണിക്കൂറുകളോളം ഭക്ഷണം അടക്കം നൽകാതെ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. മറ്റ് വിശദീകരണം നൽകുന്ന മാത്രമല്ല മണിക്കൂറുകളോളം വിശന്നിരിക്കുന്ന സാഹചര്യമുണ്ട്. അടിയന്തരമായിട്ട് നൽകേണ്ട സൗകര്യങ്ങളല്ല, അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും എയർ ഇന്ത്യ തയ്യാറാക്കിയതുമില്ല. ഇതും വലിയ പ്രതിഷേധത്തിന് കാരണമായി. നിലവിൽ ഇപ്പോൾ ശാന്തമായ രീതിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. പലരും യാത്രക്കാർക്ക് റീഫണ്ടോ പകരം യാത്രാ സംവിധാനമോ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യം കണക്കിലെടുത്താണോ ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമായിരിക്കുന്നത്? അത് തന്നെയാണ്. എയർ ഇന്ത്യയുടെ ഭാഗത്തൊരു വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. മറ്റ് റീഫണ്ട് അടക്കമുള്ള മറ്റ് സൗകര്യങ്ങൾ അല്ലെങ്കിൽ ടിക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള യാത്രാ ടിക്കറ്റ് അടക്കമുള്ള മറ്റ് സൗകര്യങ്ങൾ ഒരുക്കാമെന്നൊരു അറിയിപ്പ് കൂടി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ യാത്രക്കാർ പിരിഞ്ഞു പോയതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അത്തരത്തിലൊരു അറിയിപ്പ് കൂടി ഔദ്യോഗികമായിട്ട് എയർ ഇന്ത്യയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെന്നാണ് അല്പസമയം മുമ്പാണ് ഇത്തരത്തിലൊരു അറിയിപ്പ് വരികയും ചെയ്തത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ യാത്രക്കാർ പിരിഞ്ഞു പോകുന്നൊരു സാഹചര്യം ഉണ്ടായത്. നിലവിൽ ഇപ്പോൾ എല്ലാവരും ഈ എയർപോർട്ടിൽ നിന്ന് വീടുകളിലേക്ക് അടക്കം പിരിഞ്ഞു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ചില ആളുകൾ ഇവിടെ തങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനാ ശരി, എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കിയതിൽ യാത്രക്കാർ വലഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരം, നെടുമ്പാശ്ശേരി, കണ്ണൂർ, കരിപ്പൂർ വിമാനത്താവളങ്ങളിൽ നിന്ന് പുറപ്പെടേണ്ട വിമാനങ്ങളാണ് റദ്ദാക്കിയത്. അന്താരാഷ്ട്ര സർവീസുകൾക്ക് പുറമെ ആഭ്യന്തര സർവീസുകളും മുടങ്ങി. വിമാനങ്ങൾ റദ്ദാക്കിയതിനെ തുടർന്ന് യാത്രക്കാർ വിമാനത്താവളത്തിൽ പ്രതിഷേധിക്കുകയാണ്. അതേസമയം ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കാണ് കാരണമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ സ്ഥിരീകരിച്ചു. യാത്രക്കാർക്ക് റീഫണ്ടോ പകരം യാത്രാ സംവിധാനമോ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് വ്യക്തമാക്കി. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് സുധീഷ് ഗോപാലും. ഒപ്പം തിരുവനന്തപുരത്ത് നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്തും.